നമസ്കാരം. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയെയും ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയെയും ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന കമാൻഡറെയും ISIയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനെയും അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. മിർ ശുക്ർ ഖാൻ റൈസാനി, മുഹമ്മദ് ഇക്ബാൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുന്ന ഇത്തരം ആസൂത്രിത ആക്രമണങ്ങളിലൂടെ നിരവധി ഭീകരരെ ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന റൈസാനിയെ കൊറ്റയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അജ്ഞാത സംഘമാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകളെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പാക് അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈസാനി കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഭീകര സംഘടന സംഘടിപ്പിച്ച ഒരു വലിയ ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. ബലൂചിസ്ഥാനിലെ ലഷ്കർ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഇയാളായിരുന്നു. ഇതിനു മുമ്പ് ജമ്മു കാശ്മീർ ലക്ഷ്യമിട്ടുള്ള റിക്രൂട്ട്മെന്റ്, പരിശീലന പരിപാടികൾ എന്നിവയിലും ഇയാൾ സജീവമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ലഷ്കറിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിലും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും റൈസാനിക്ക് സുപ്രധാന പങ്കുണ്ടായിരുന്നു. ലഷ്കർ-ഇ-തൊയ്ബ പിന്നീട് അതിൻ്റെ രാഷ്ട്രീയ വിഭാഗം രൂപീകരിച്ചപ്പോൾ റൈസാനിയെ കൊച്ച മേഖലയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതല നൽകുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാനിൽ നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. അക്രമങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവ ഈ പ്രദേശത്ത് പതിവാണ്. എന്നിരുന്നാലും റൈസാനിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിത്തം ഒരു സംഘവും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. കൊല്ലപ്പെട്ട മറ്റൊരാൾ മുഹമ്മദ് ഇക്ബാൽ എന്ന ഭീകരനാണ്. അജ്ഞാതരായ തോക്കുധാരികളാണ് ഇയാളെ വധിച്ചത്. ഖൈബർ പക്തൂൺഖയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ISയുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്ബാലിന്റെ മരണത്തിന് പിന്നാലെ ഇയാളിൽ നിന്ന് സുപ്രധാനമായ പല രേഖകളും കണ്ടെടുത്തു. ഇയാൾക്കും മറ്റു പല ISI ഉദ്യോഗസ്ഥർക്കും ഇസ്ലാമിക് സ്റ്റേറ്റുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോഴും ഇക്ബാലിന്റെ കൊലപാതകവും ഇയാളിൽ നിന്ന് ലഭിച്ച തെളിവുകളും പാകിസ്ഥാന്റെ ഈ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ്. പാകിസ്ഥാൻ സമീപകാലത്ത് ISIസിനെ വളർത്തുന്നത് പ്രധാനമായും ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാൻ താലിബാനെ വെല്ലുവിളി ഉയർത്താൻ ISIസിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിൽ പ്രധാനം. ഖൈബർ പക്തൂൺഖയിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാൻ ISIസുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നിവർക്കെതിരെ ലഷ്കർ-ഇ-തൊയ്ബയ്ക്കൊപ്പം ചേർന്ന് ISIS ഭീകരർ ആക്രമണം നടത്തും. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI നൂറുകണക്കിന് ISIS ഭീകരർക്ക് ഖൈബർ പക്തൂൺഖയിൽ പരിശീലനം നൽകുന്നുണ്ടെന്നാണ് മറ്റൊരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. ഇവരിൽ പലരെയും TTP, BLA എന്നിവരെ നേരിടാൻ പാകിസ്ഥാനിൽ തന്നെ നിലനിർത്തുമ്പോൾ മറ്റുള്ളവരെ അഫ്ഗാൻ താലിബാനെതിരെ ആക്രമണം നടത്തുന്നതിനായി അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാന് ദോഷകരമാകുന്ന ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ വളർത്തുന്നുവെന്നാണ് താലിബാന്റെ ആരോപണം. ISIS ഭീകരർക്ക് സ്വന്തം മണ്ണിൽ പാകിസ്ഥാൻ സംരക്ഷണം നൽകുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ പാകിസ്ഥാൻ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിരന്തരം നിഷേധിച്ചു പോരുകയാണ്. ഇക്ബാലിന്റെ കൊലപാതകം പാകിസ്ഥാൻ ISIസിനെ പിന്തുണയ്ക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ISIസിനെ വളർത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താലിബാനെ ദുർബലപ്പെടുത്തുക എന്നതും അതിനുശേഷം ISIS ഭരണത്തിന് കീഴിൽ അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അജ്ഞാതരായ തോക്കുധാരികൾ അടുത്തിടെയായി നടത്തുന്ന കൊലപാതക പരമ്പരകൾ പാകിസ്ഥാന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം പുറത്തു വരുന്നു എന്ന് മാത്രമല്ല, ഈ ആക്രമണം ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള സംഘടനകളുടെ കരുത്ത് ചോർത്തുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വലിയ തിരിച്ചടി നേരിട്ട ലഷ്കർ-ഇ-തൊയ്ബ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ സംഘടനയുടെ ഉന്നത നേതൃത്വത്തെയാണ് അജ്ഞാതർ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. മുതിർന്ന ഭാരവാഹികൾ, സ്ഥാപക അംഗങ്ങൾ എന്നിവർ പോലും ഈ അജ്ഞാതരായ തോക്കുധാരികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്.